നമ്മളെ സ്പോൺസറാണ്. പിന്നെ ഞാൻ ഈ പരിപാടി അക്കാദമി 2019 സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മളെ സഹായിച്ച ഒരാളാണ്. കാരണം അതുകൊണ്ടാണ് ഞാൻ ഈ കോച്ചിങ് മേഖലയിൽ നിന്നത് തന്നെ. പിന്നെ മൂപ്പരാളാണ് നമ്മളെ ഇൻസ്പിറേഷൻ. നമ്മളെന്ത് കാര്യം ചോദിച്ചാലും നമുക്ക് സഹായം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ അക്കാദമിയുടെ ഓൾ ഇൻ ഓളാണ്. അപ്പോൾ അസിക്ക നിങ്ങളുമായിട്ട് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അസിക്ക നിങ്ങളോട് സംസാരിക്കും. ഓക്കെ. എന്താ കഥ ഇതിവിടെ ഇത് വെച്ച് അലിയുടെ കത്തിയാൽ അവിടെ എല്ലാവരോടും സലാം. നമസ്കാരം കേട്ടോ. അതേ ഉബൈദ് അലിയിൽ എങ്ങനെ സാറല്ലേ? എല്ലാവരും ഫുട്ബോളിനെ സ്നേഹിക്കണോ ഇഷ്ടപ്പെടണല്ലേ? ആരെ മെസ്സി ആണെന്ന് ആഗ്രഹിക്കണവരാരൊക്കെ? ഇനി അടുത്ത റൊണാൾഡോ ആണവരാരാ? അതെ. ഫുട്ബോളിൽ ഏറ്റവും നല്ല കളിക്കാരനായി കേരളത്തിലെ ടീമിലാകണമെന്ന് അറിയണ ആരാ? അങ്ങനെ ഉണ്ടോ? കേരള ടീമിൽ കളിക്കണമെന്ന് അങ്ങനെ ഉണ്ടോ? ആഗ്രഹമുണ്ടോ? കേരള ടീമിൽ നിങ്ങൾ കളിക്കണം എന്ന് പറയുമ്പോഴേ ഫുട്ബോൾ മാത്രം കളിച്ചവർ കേട്ടോ. നല്ല പോലെ പഠിക്കും വേണം. നല്ല പോലെ പഠിക്കണം. എന്ത് പഠിക്കണം? സ്കൂളിലെ ഫുട്ബോളല്ല, സ്കൂളിൽ എഡ്യൂക്കേഷൻ നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ക്ലാസ്സിൽ പോകുമ്പോൾ അതായിരിക്കണം ഫസ്റ്റ്. സെക്കൻഡ് ഇത് കുറച്ചൊരു 10ാം ക്ലാസ് കഴിഞ്ഞ് +2 ആകുമ്പോൾ ഫസ്റ്റ് ഇതായിരിക്കണം, സെക്കൻഡ് അതായിരിക്കണം പഠിക്കൽ. അപ്പോൾ നിങ്ങളെന്താവും? ഫുട്ബോൾ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ജോലിയാവും, വലിയ ടീമിൽ നിങ്ങളാവും, പേരുണ്ടാവും, നല്ല കളിക്കാരനാവും. അതല്ലാതെ ഇവിടെ ഇപ്പോൾ ഉബൈദിന് ഫുട്ബോളിൽ നിങ്ങളുടെ സാർക്ക് ഫുട്ബോളിൻ്റെ ടീമിൽ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയില്ല, കേരളത്തിൽ കിട്ടിയിരുന്നു. പക്ഷേ അത് സാഹചര്യം കാര്യങ്ങളൊക്കെ ആയിട്ട് അതില്ലാതെ. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം? കേരള ടീമിൽ വരണം. ആദ്യം കേരള ടീമിൽ ഞാൻ കളിക്കുന്നില്ല പ്രതിജ്ഞ വേണം. അതിൻ്റെ ഒപ്പം നല്ല പഠിക്കും വേണം. പഠിച്ചാൽ മാത്രമേ ഉള്ളൂ കേരള ടീമിൽ എടുക്കുക. അപ്പോൾ യൂണിവേഴ്സിറ്റി ആദ്യം നിങ്ങൾ ഹൈസ്കൂളിലേക്ക് എത്തും, സ്കൂളിൽ നല്ല പ്ലെയറാവും, അത് കഴിഞ്ഞ് കോളേജിൽ നല്ല പ്ലെയറാവും, അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയിൽ നല്ല പ്ലെയറാവും, അത് കഴിഞ്ഞാൽ കേരള ടീമിലാവും. അപ്പോഴാണ് നിങ്ങൾക്ക് എന്താ ജോലി കിട്ടും, നല്ലൊരു ഫുട്ബോളിൻ്റെ ഒപ്പം. പിന്നെ കാല് കേടരും കൈ കേടരും ഇതൊക്കെ സ്വാഭാവികം കേട്ടോ. അതൊന്നും പിന്തിരിയരുത് ആരും. കാലും കൈയൊക്കെ കേടന്ന് വെച്ചിട്ട് നിങ്ങളാരും പേടിക്കാൻ വേണ്ട, ഒക്കെ നേരാക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കാല് മുറിഞ്ഞു കൈ മുറിഞ്ഞു ഒക്കെ സ്വാഭാവികം. പക്ഷേ എക്സസൈസ് വേണം, നല്ല ഇതിൻ്റെ എല്ലാ പാഠങ്ങളും പഠിക്കണം, എക്സസൈസ് വേണം, വാമപ്പ് വേണം, ഇതൊക്കെ ഉണ്ടെങ്കിലേ പന്ത് കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും സാറ് പറയണ മാതിരി പഠിക്കുക. ആരും ഇത് നിർത്തരുത്. എല്ലാവരും നല്ലപോലെ കോളേജ് വരെ നന്നായിട്ട് ഫുട്ബോൾ കളിച്ചിട്ട് ടീമിലെത്താൻ നോക്കണം. ഓക്കെ? എത്തൂലേ? വേറെ എന്താണ് നിങ്ങളുടെ മത്സരം? അപ്പോൾ എല്ലാവരും വളർന്നു വരുന്ന മെസ്സി ആട്ടെ, റൊണാൾഡോ ആട്ടെ, കേരള ടീമിന് വേണ്ടി നിങ്ങൾ ആരെങ്കിലും ഇതിലൊരാൾ വന്നാൽ ഉബൈദിന് ഈ നാടിനൊക്കെ ഭയങ്കര പേരാവും. അപ്പോൾ അതിന് വേണ്ടി പരിശ്രമിക്കുക കേട്ടോ. അതിനുവേണ്ടി ആദ്യം സ്കൂളിൽ പഠിക്കണം എന്നല്ല കേട്ടോ. ആ സ്കൂളിൽ പോകുമ്പോൾ കച്ചറ സ്കൂളിൽ തന്നെ ആദ്യം ഏറ്റവും 10ാം ക്ലാസ്സിൽ ഏറ്റവും A ക്ലാസ് എല്ലാ A+ പഠിക്കണം, അതേപോലെ +2 പഠിക്കണം, അതേപോലെ കോളേജിലേക്ക് എത്തുമ്പോഴും വേണം. എന്നാലാണ് കോളേജ് ടീമിൽ നിങ്ങൾ നേരെ കേരള ടീമിലൊക്കെ കളിച്ചെത്താൻ പറ്റുള്ളൂ. ഇത് മാത്രം കളിച്ചുകൊണ്ട് വരില്ല. ഇതന്നെയല്ല, ഇത് കളിക്കണം, ഇതിൻ്റെ ഒപ്പം നല്ല പഠിക്കും വേണം. എന്നിട്ട് ഫുട്ബോളിനെ ഇഷ്ടപ്പെടുക, എന്നിട്ട് കളിച്ച് വലിയ ആൾക്കാരെ. ഓക്കെ? നിങ്ങൾക്ക് എല്ലാ ഇതും നിങ്ങൾക്ക് മാഷ് പറഞ്ഞു തരും കേട്ടോ. ഓക്കെ? എന്നാൽ ശരി എല്ലാവരും. ഇത് ജേഴ്സി നിങ്ങൾക്ക് ജേഴ്സി ഇതല്ല, വേറെ കളർ കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ജേഴ്സി ഇനി അടുത്ത പ്രാവശ്യം മുതൽ നിങ്ങൾ ടൂർണമെൻറ്റിൽ നിങ്ങൾക്ക് അയാൾക്ക് നല്ല കളിക്കാർക്ക് ജേഴ്സി ഫ്രീ ആവും. അവർക്ക് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതിലേറ്റവും നല്ല വലുതായി വരുമ്പോൾ കേട്ടോ. ഇപ്പോഴല്ല, ഈ ഇല്ല ഇപ്പോൾ ആൾക്കാരെ പേരുന്ന് ഉപയോഗ ഇല്ല ആൾക്കാരെ വരുന്ന ഇല്ല കുട്ടികളിൽ നിങ്ങൾ ഇതിൽ നിങ്ങൾക്ക് പഠിക്കാൻ, വലിയ ക്ലാസ്സിലേക്ക് പഠിക്കാൻ എല്ലാ സഹായങ്ങളും നമ്മളെ ഭാഗം ഉണ്ടാവും. എന്ത് കോളേജിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ +2 പോകുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ നിങ്ങളെ സഹായിക്കും. മനസ്സിലായോ? അതുപോലെ ഫുട്ബോൾ ഇല്ലാതെ ഫുട്ബോൾ നമ്മൾ എത്ര വേണമെങ്കിൽ മേടിച്ചു തരും, അതൊന്നും പ്രശ്നമല്ല. അതുപോലെ ജേഴ്സി വേണമെന്ന് പറയുമ്പോൾ മേടിച്ചു നിങ്ങൾക്ക് എത്ര ഫുട്ബോൾ വേണമെങ്കിൽ. ഷൂ മേടിക്കാൻ കഴിവില്ലാത്തവർക്ക് ഷൂ വാങ്ങിക്കൊടുക്കും. അപ്പോൾ ഷൂ വാങ്ങാൻ വീട്ടിൽ നിന്ന് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഉബൈദിനോട് പറഞ്ഞാൽ മതി. ഷൂ വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർ, അതേപോലെ പഠിക്കാൻ പുസ്തകത്തിന് ബുദ്ധിമുട്ടുള്ളവർ കേട്ടോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പഠിക്കാൻ പുസ്തകത്തിന് ബുദ്ധിമുട്ട്, ഫീസ് കൊടുക്കാൻ ബുദ്ധിമുട്ട്, ഷൂവിന് ബുദ്ധിമുട്ട്, ഇതൊക്കെ അല്ലേ ഈ ഇല്ല ആളുകളിൽ കേട്ടോ. പുറത്തുനിന്നല്ല, ഇപ്പം ഇല്ല ഈ ആളുകളില്ലേ. ഇതിൽ ആർക്കെങ്കിലും സ്കൂളിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പൈസക്ക്, അതായത് ഫീസിന് അല്ലെങ്കിൽ ട്യൂഷന് അല്ലെങ്കിൽ ഷൂ മേടിക്കാൻ, ഇതൊക്കെ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്തിച്ചു തരും കേട്ടോ. എല്ലാവർക്കും അല്ല, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മാത്രം കേട്ടോ. ഓക്കെ? എല്ലാവരും നന്നായിട്ട് പഠിക്കും. ഓക്കെ 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 വെൽക്കം.